മിണ്ടാതടി കുയിലേ കണ്ണനുണ്ണിയുറങ്ങണ സമയത്ത്. അങ്ങനെ മിണ്ടാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഗൈസ്? നോ, വി ഹാവ് ടു സ്പീക്ക് ഔട്ട്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് OET സ്പീക്കിംഗ്. നമ്മൾ OET റീഡിങ്ങിൽ കീവേഡ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങളെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു അല്ലേ? അതുപോലെ തന്നെ OET സ്പീക്കിങ്ങിലും എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ ക്യൂ കാർഡ്സ്. ക്യൂ കാർഡ്സാണ് എല്ലാവരുടെയും മെയിൻ ഫോക്കസ്. ക്യൂ കാർഡ്സിൽ എത്ര ടാസ്കുകളുണ്ട്, ആ ടാസ്കുകളെല്ലാം 1 by 1 കംപ്ലീറ്റ് ചെയ്യുക. യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ട്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നോ മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യൂ കാർഡ്സുകളെല്ലാം കളക്ട് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസീസ് കണ്ടീഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചു വയ്ക്കുക. അതിനെപ്പറ്റി എന്തൊക്കെ നമുക്ക് നമ്മുടെ സംസാരത്തിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ ഒത്തിരി നമ്മൾ ലേൺ ചെയ്ത് പഠിച്ചു വയ്ക്കുക. പിന്നെ ഒത്തിരി സ്റ്റൈലിഷ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പലയിടത്തുനിന്നും കേട്ട് അതൊക്കെ എഴുതി വെച്ച് അതെല്ലാം നമ്മുടെ സ്പീക്കിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ OET സ്പീക്കിങ്ങിൽ നമ്മൾ പഠിക്കുന്ന നേരത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെല്ലാം ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് OET സ്പീക്കിങ്ങിൽ നമ്മുടെ ട്യൂട്ടറിൻ്റെ മുന്നിൽ പോയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇനി റിയൽ എക്സാം ടൈമിലോ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളോ ഇതെന്തെങ്കിലും പറയാനായിട്ട് പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? പൊതുവെ എനിക്ക് പറ്റാറില്ല. കാരണം ഞാനിപ്പം എന്തെങ്കിലും പഠിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുറച്ച് വേർഡ്സുകളോ ഫ്രേസുകളോ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ട്യൂട്ടറിന് മുന്നിൽ പോയിരിക്കുമ്പോൾ അത് റീകോൾ ചെയ്യാനായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ ഞാൻ ആ ഒരു രീതി ഫോളോ ചെയ്യാറില്ല. ഞാൻ നിങ്ങളോടും പറയുന്നത് അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുകയോ അല്ലെങ്കിൽ കുറേ ഡിസീസ് കണ്ടീഷൻസ് എടുത്തിട്ട് അതിനെപ്പറ്റി സംസാരിക്കാവുന്ന കാര്യങ്ങൾ കുറേ പഠിച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്യൂ കാർഡിൽ ഇതിന് മാത്രം കിടന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് റിയൽ സെനാരിയോയിൽ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ക്യൂ കാർഡ് ഫോക്കസ് ചെയ്ത് ഈച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു നിങ്ങളുടെ ആ ഒരു എനർജി അതൊന്ന് കുറയ്ക്കുക. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ടാസ്കുകളും ക്യൂ കാർഡുകളും ഒന്നും ഒരുപാട് 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തി ഇരുന്ന് പഠിക്കണ്ട. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളൊരു പേഷ്യൻറ്റിനെ നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്കും നമ്മൾ ആ പേഷ്യൻറ്റിനോടൊരു കാര്യം ചോദിച്ച് എങ്ങനെയാണോ നമ്മൾ നാച്ചുറലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്, ആ നാച്ചുറൽ ഫ്ലോ മതി നമുക്ക്. അതിന് ഈ ക്യൂ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ്. അതായത് നമുക്ക് എന്തൊക്കെയാണോ സംസാരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് റെഫർ ചെയ്യാനായിട്ടുള്ള ഒരു പേപ്പർ കഷ്ണത്തിൽ കുറച്ച് സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്ര മാത്രമായിട്ട് നിങ്ങൾ ക്യൂ കാർഡിനെ കാണാവുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ മെയിൻ ഫോക്കസ് ഒരിക്കലും ക്യൂ കാർഡിലിട്ട് വിട്ട് കൊടുക്കരുത്. We have to listen carefully to the patient concerns and address it in a very empathetic and natural way. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ആ ഒരു ഫ്ലുവൻസിയും കൊഹറൻസും ഒക്കെ വരുള്ളൂ. ചെറിയ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ വന്നേക്കാം. അത് മാറ്ററല്ല, അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഇവാലുവേഷൻ ക്രൈറ്റീരിയ എടുത്താൽ തന്നെ ഗ്രാമാറ്റിക്കൽ എറർ അല്ലെങ്കിൽ ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ്സിന് ഔട്ട് ഓഫ് 3 എങ്ങാണ്ട് അവർ സ്കോർ ചെയ്യുന്നതിന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. നിങ്ങൾ OET.com കയറിയിട്ട് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എല്ലാം ചെക്ക് ചെയ്യുക. ബട്ട് നമ്മുടെ ഫ്ലുവൻസി, കൊഹറൻസ് ഇതെല്ലാം നല്ല രീതിയിൽ അവർ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാച്ചുറൽ, ഇപ്പോൾ മലയാളം തന്നെയാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രസംഗം എഴുതി അതേ ഫ്ലോയിൽ നമ്മൾ എവിടെയെങ്കിലും കാണാതെ പഠിച്ച് പറയാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ നാച്ചുറൽ ഫ്ലോ കിട്ടുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യം. നിങ്ങൾക്ക് സ്പീക്കിംഗ് ടഫാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ക്യൂ കാർഡ് വെച്ചിട്ട് അത് ഫോളോ ചെയ്ത് പഠിക്കാതിരിക്കും. നിങ്ങൾ നിങ്ങളുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഡെയിലി സ്പീക്ക് ചെയ്യണം. യൂട്യൂബ് വീഡിയോസുകൾ നിങ്ങൾ ഈ OET സ്പീക്കിങ്ങിൻ്റെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കേൾക്കുക, ഒരു ഡെയിലി ബേസിൽ കേൾക്കുക. പക്ഷെ ഒരിക്കലും അത് ബൈ ഹാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഫ്രേസുകളോ വേർഡ്സോ ഒന്നും ക്യാച്ച് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് അങ്ങനെ നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഫ്ലോ ഓഫ് ലാംഗ്വേജ് നമുക്ക് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്പീക്ക് ചെയ്യുക. നിങ്ങൾ സ്പീക്ക് ചെയ്യാനായിട്ട് പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഡെയിലി സ്പീക്ക് ചെയ്യുക, ലിസൺ ചെയ്യുക. പിന്നെ OET സ്പീക്കിംഗ് മോഡ്യൂളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു പേഷ്യൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ആദ്യത്തെ ടാസ്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നോക്കണം, അല്ലെങ്കിൽ പേഷ്യൻ്റ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മളോട് സംസാരിക്കും. ആദ്യത്തെ ടാസ്ക് നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ പേഷ്യൻ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളത്
നമ്മളത് ലിസൺ ചെയ്യുക, നമ്മൾ ആ പേഷ്യൻ്റ് സംസാരിക്കുന്നത് കേൾക്കുക, അതിന് നാച്ചുറലായിട്ട് നമ്മൾ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ ചില ആൾക്കാർ എങ്ങനെയാണോ, അല്ലെങ്കിൽ ക്യൂ കാർഡ് ഒത്തിരി ഫോക്കസ് ചെയ്യുന്ന മിക്കവരും അങ്ങനെ തന്നെയാണ്, ക്യൂ കാർഡ് ഫോക്കസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് കൂടുതലും. ഞാൻ സ്പീക്കിംഗ് ട്രെയിനിങ് എടുത്ത സമയത്താണെങ്കിലും ഞാൻ ഒത്തിരി ഈ പബ്ലിക് ഗ്രൂപ്പിൽ നിന്നൊക്കെ കിട്ടിയ ആൾക്കാരുമായിട്ട് സ്പീക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മെയിൻ ഫോക്കസ് ഈ ക്യൂ കാർഡിലാണ്, ക്യൂ കാർഡിൻ്റെ ടാസ്കുകൾ. അപ്പം ഞാൻ സ്പീക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഇവാലുവേഷൻ അവരോട് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ക്യൂ കാർഡ് നിങ്ങൾ അതേ ഫ്ലോയിൽ അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്തില്ല, ഇന്ന ക്യൂ കാർഡ് ആ ടാസ്ക് മിസ്സായി, ഈ ടാസ്ക് മിസ്സായി, അല്ലെങ്കിൽ കോളോണോസ്കോപ്പി പറയുമ്പോൾ നിങ്ങൾ ഈ പോയിൻ്റ് പറഞ്ഞില്ല. അതിലൊന്നും ഒരു കാര്യവുമില്ല. ഒരിക്കലും നമ്മുടെ മെഡിക്കൽ നോളജ് അല്ല അസസ് ചെയ്യുന്നത്. നമ്മളെങ്ങനെയാണോ നമ്മൾ നാച്ചുറലി സ്പീക്ക് ചെയ്യുന്നത്, നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ ഫ്ലുവൻസി, കൊഹറൻസ് ഇതൊക്കെ ഉണ്ടോ, നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്കൊരു പേഷ്യൻറ്റിനോട് സംസാരിച്ചിട്ട് ആ പേഷ്യൻറ്റ് സംസാരിക്കുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ പേഷ്യൻറ്റിന് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. അപ്പം നിങ്ങൾ പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോഴത്തേക്കും ലിസൺ കെയർഫുള്ളി, എന്നിട്ട് നാച്ചുറൽ വേയിൽ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ പേഷ്യൻറ്റ് സംസാരിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻറ്റ് എന്താണോ സംസാരിക്കുന്നത് ആ കാര്യത്തിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. അല്ലാതെ ഒരിക്കലും നെക്സ്റ്റ് ടാസ്ക് ഏതാണ്, നെക്സ്റ്റ് ടാസ്കിൽ ഞാൻ എന്താണ് ഈ പേഷ്യൻറ്റിനോട് സംസാരിക്കേണ്ടത്, ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഈ പേഷ്യൻറ്റിനോട് എങ്ങനെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട്, ഇതൊന്നും നിങ്ങൾ റീകോൾ ചെയ്യാൻ ശ്രമിക്കരുത് ആ സമയത്ത്. അതൊക്കെ റീകോൾ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഫ്ലുവൻസി നഷ്ടപ്പെടും, ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻ്റ് സംസാരിക്കുന്നത് കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് നാച്ചുറലി വന്നോളൂ ഒരു റെസ്പോൺസ്. ആ നാച്ചുറലി വരുന്ന റെസ്പോൺസാണ് ഏറ്റവും പ്യുവറായിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ വരട്ടെ. എന്നിട്ട് നിങ്ങൾ ആ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടൻറ്റ് വേണമല്ലോ സംസാരിക്കാൻ, കണ്ടൻറ്റ്. ആ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ക്യൂ കാർഡ്. അല്ലാണ്ട് ക്യൂ കാർഡ് ഈച്ച് ടാസ്ക് ആയിരിക്കരുത് നിങ്ങളുടെ ഫോക്കസ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ക്യൂ കാർഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്യൂ കാർഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത്, 3 minutes ടൈം എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം, ഇതൊക്കെ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഞാൻ OET സ്പീക്കിങ്ങിൻ്റെ ഒരു ഔട്ട്ലൈനാണ് പറഞ്ഞത്. നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഈ ക്യൂ കാർഡ് ഫോക്കസിങ് നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചത് കുറയ്ക്കുക. ക്യൂ കാർഡിനകത്തോട്ട് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്തിട്ട് നാച്ചുറൽ വേ ഓഫ് ലാംഗ്വേജ് വരാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു നാച്ചുറൽ ഫ്ലോ ഓഫ് ലാംഗ്വേജിന് ഡെയിലി സ്പീക്ക് ചെയ്യുക, ലിസൺ ചെയ്യുക. പിന്നെ കുറച്ച് യൂട്യൂബിലുള്ള കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ ലിസൺ ചെയ്യുക, ഡേ ബൈ ഡേ ലിസൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്പീക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് OET സ്പീക്കിങ്ങിന് നിങ്ങൾ മെയിൻ ഫോക്കസ് ഇതായിരിക്കണം. പിന്നെ വേറൊരു കാര്യം മറക്കാതെ ചെയ്യേണ്ടത്, നമ്മുടെ എമ്പതി വാരി വിതറിയേക്കുക. മാക്സിമം എമ്പത്തറ്റിക് ആകാൻ നോക്കണം. നമ്മുടെ കയ്യിൽ എമ്പത്തി ഷോക്കേസ് ചെയ്യാനുള്ള വേർഡ്സ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ എമ്പത്തറ്റിക് ആയില്ല, ഒരുപാട് കടുകട്ടി വേർഡ്സ് ഒന്നും വേണ്ട. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്, ഇഫ് ഐ വെയർ യു ഐ വുഡ് ഹാവ് ഫെൽറ്റ് ദ സെയിം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് നമ്മൾ കുറേ നാൾ കേട്ട് നമ്മുടെ സംസാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരിക്കലും കാണാതെ പഠിച്ച് ബൈ ഹാർട്ട് ചെയ്ത് വെക്കരുത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ പേഷ്യൻറ്റിനോടോ നമ്മുടെ വീട്ടിലുള്ളവരോടൊക്കെ സംസാരിക്കത്തില്ല, ഐ നോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്, ഡോണ്ട് വറി, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതുപോലെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാണ്ട് ഒരുപാട് വലിയ വൊക്കാബുലറി ഒന്നും ഇട്ട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കേണ്ട. അല്ലെങ്കിൽ വൊക്കാബുലറി ഒക്കെ ഇട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളതൊക്കെ റീകോൾ ചെയ്യാൻ ശ്രമിക്കും, നിങ്ങളുടെ നാച്ചുറൽ ഫ്ലോ പോകും. നമുക്ക് ആകെപ്പാടെ 2 ക്യൂ കാർഡ് എക്സാമിന് പറയേണ്ടതുള്ളൂ. ആ 2 ക്യൂ കാർഡിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നാച്ചുറൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ സംസാരിച്ചാൽ മതി. അല്ലാണ്ട് ഓരോ ദിവസവും കഴിയുന്തോറും പുതിയ വേർഡ്സുകളും പുതിയ ഫ്രേസുകളും പുതിയ എമ്പത്തറ്റിക് വേർഡ്സും നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ വൊക്കാബുലറിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളതൊന്നും നിങ്ങളുടെ OET സ്പീക്കിങ്ങിൽ അപ്ലൈ ചെയ്ത് വഷളാക്കാനായിട്ട് ശ്രമിക്കേണ്ട. നിങ്ങളതൊക്കെ പഠിച്ചോളൂ, നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മതി, അത് വളരെ നാച്ചുറൽ വേയിൽ നമുക്ക് വരുന്ന എമ്പത്തറ്റിക് വേർഡ്സുകളൊക്കെ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഡോണ്ട് ഫോർഗെറ്റ് ടു യൂസ് ഇറ്റ്. ഫോർഗെറ്റ് ചെയ്യരുത്. ഉറപ്പായിട്ടും എമ്പത്തറ്റിക് ആയിട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്തിരിക്കണം. എത്ര നന്നായി സ്പീക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എമ്പതി ഇട്ടില്ല, എമ്പത്തറ്റിക് അല്ല നമ്മുടെ സംസാരം, നമ്മുടെ മോഡുലേഷൻ, വോയിസ് മോഡുലേഷൻ എമ്പത്തറ്റിക് അല്ലെങ്കിൽ യു മേ ബി സ്റ്റക്ക് ഇൻ 350 or 340. 350 ഇറ്റ്സ് ഓക്കെ, ബി സ്കോറാണ്. ബട്ട്
ഒരു ബോർഡർ ലൈൻ നിൽക്കാനുള്ളതോ അല്ലെങ്കിൽ ഒരു 340 നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എത്ര നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മൾ ആ ഒരു നാച്ചുറൽ സിനാരിയോ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സിനാരിയോ ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, അല്ലെ ഒരു പേഷ്യൻറ്റ് നേഴ്സ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. നമ്മുടെ IELTSൻ്റെ സ്പീക്കിംഗ് പോലെ അല്ല OET സ്പീക്കിങ്ങിൽ ആ ഒരു റിയൽ ലൈഫ് സെനാരിയോയുടെ ഡെമോൺസ്ട്രേഷനിൽ നമ്മുടെ ഇമോഷണൽ ആസ്പെക്റ്റ് അവർ കൃത്യമായിട്ടും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെ ആ പേഷ്യൻ്റെ ഫീലിങ്ങിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. ആസ് എ നേഴ്സ് ഹൗ ക്യാൻ വി അഡ്രസ് ദ ഫീലിംഗ് ഓഫ് എ പേഷ്യൻ്റ്, അത് ഷുവറായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് തന്നെ വരണം. നിങ്ങളുടെ ആ എമ്പതി ഷോക്കേസ് ചെയ്തിരിക്കണം. നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ അതുപോലെ ആയിരിക്കണം. ഓരോ പേഷ്യൻ്റ് ഓരോ കൺസേൺസ് അഡ്രസ്സ് ചെയ്യുമ്പോഴും എല്ലാം നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ആ എമ്പത്തറ്റിക്കായിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. എനിക്ക് വളരെ ചാലഞ്ചിങ് ആയിരുന്നു അത്. എമ്പത്തറ്റിക്കായിട്ട് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാരണം എമ്പതി ഇല്ലാഞ്ഞിട്ടല്ല, സംസാരിക്കുന്ന സമയത്ത് ആ ഒരു എൻ്റെ സംസാരം ഇച്ചിരി ഒരു കമാൻഡിങ് ടൈപ്പാണ് എപ്പോഴും എൻ്റെ ട്യൂട്ടേഴ്സ് പറയുമായിരുന്നു. അല്ലെങ്കിൽ ഒരു എമ്പത്തറ്റിക്കായിട്ട് മനസ്സിൽ എമ്പതി ഉണ്ടെങ്കിലും പുറത്തോട്ട് സംസാരിക്കുമ്പോൾ എമ്പതി വരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എക്സാം ടൈമിലും ആ ഇഷ്യൂ വളരെ നന്നായിട്ട് ഫോക്കസ് ചെയ്തായിരുന്നു കേട്ടോ. ആ ഇഷ്യൂ ഫേസ് ചെയ്തായിരുന്നു ഞാൻ എക്സാം ടൈമിലും നല്ല രീതിയിൽ അത് ഫേസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എമ്പത്തറ്റിക് ആവാനായിട്ട് ശ്രമിക്കണം.